എക്സ് ഘാതം എ പ്ലസ് ബി ഹോൾ ഘാതം എ മൈനസ് ബി ഇൻറ്റു എക്സ് ഘാതം ബി പ്ലസ് സി ഹോൾ ഘാതം ബി മൈനസ് സി ഇൻറ്റു എക്സ് ഘാതം സി പ്ലസ് എ ഹോൾ ഘാതം സി മൈനസ് എയുടെ വില കാണുക. ഇവിടെ നമുക്ക് ഒരു കൃത്യംഗ നിയമം ഉപയോഗിക്കാം. എക്സ് ഘാതം എം ഹോൾ ഘാതം എൻ സമം എക്സ് ഘാതം എം ഇൻറ്റു എൻ. അതായത് ഒരു പാദസംഖ്യയ്ക്ക് ഒരു കൃതി, അതിനൊരു കൃതി. ഒരു പാദസംഖ്യയ്ക്ക് രണ്ട് കൃതി വരുമ്പോൾ ഈ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ ഗുണിച്ചെഴുതിയാൽ മതി. പാദസംഖ്യ എക്സ് എഴുതിയിട്ട് കൃതികൾ എമ്മും എന്നും ഗുണിച്ചെഴുതി. ഇതുപോലെയാണ് ഇവിടെ ഈ എക്സിന് പകരം ഇവിടെ എക്സ് തന്നെയാണ്, കണ്ടില്ലേ? പിന്നെ എമ്മിനും എന്നിനും പകരം എ പ്ലസ് ബിയും എ മൈനസ് ബിയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ എക്സ് ഇവിടെ എഴുതി, അതുപോലെ ഇവിടെ എന്താ എക്സ് എഴുതിയിട്ട് എം ഇൻറ്റു എൻ ചെയ്തു. ഇവിടെ എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇനി ഇൻറ്റു ഇവിടെ നമുക്ക് അതേപോലെയാണ് ഇതിൽ ഓരോന്നും ഈ കൃത്യംഗ നിയമം ഉപയോഗിച്ച് ഇവിടെ എഴുതിയോ അതുപോലെ ഇതൊക്കെ എഴുതുക. എന്താണ്? പാദസംഖ്യ എഴുതി എക്സ് ഘാതം അത് തമ്മിൽ ഗുണിക്കുക. ബി പ്ലസ് സി ഇൻറ്റു ബി മൈനസ് സി നമുക്കിത് മാറ്റി കളയാം. ഇൻറ്റു അതുപോലെ ഇവിടെ എക്സ് ഘാതം അതുപോലെ ഗുണിക്കുക സി പ്ലസ് എ ഇൻറ്റു സി മൈനസ് എ. എക്സ് ഘാതം ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സമം എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതൊരു സർവ്വസമവാക്യമാണ്, ഐഡൻറ്റിറ്റി. ഇതുപോലെ നമുക്ക് എല്ലാത്തിലും എഴുതാം. ഈ രൂപത്തിലാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എക്സ് ഘാതം എഴുതിയിട്ട് ഇത് തമ്മിൽ ഗുണിച്ച് എഴുതിയിട്ട് എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ഇതുപോലത്തെ എല്ലാത്തിലും ഇവിടുത്തെ എന്താ? എക്സ് ഘാതം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി പ്ലസ് സി ഇൻറ്റു ബി മൈനസ് സി ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഇൻറ്റു എക്സ് ഘാതം ഇവിടെ സി പ്ലസ് എ ഇൻറ്റു സി മൈനസ് എ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി അടുത്തത് കൃത്യംഗ നിയമം. എക്സ് ഘാതം എം ഇൻറ്റു എക്സ് ഘാതം എൻ ഇൻറ്റു എക്സ് ഘാതം പി സമം എക്സ് ഘാതം എം പ്ലസ് എൻ പ്ലസ് പി. അതായത് എക്സ് 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 പാദസംഖ്യകൾ തുല്യം, എല്ലാവരുടെയും ഗുണന ചിഹ്നം വന്നാൽ പാദസംഖ്യകൾ തുല്യമാണ്. എക്സ് 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 ഇൻറ്റു ചിഹ്നം വന്നാൽ നമ്മൾ ഈ പാദസംഖ്യ ഇവിടെ എഴുതിയിട്ട് ഈ കൃതികളെല്ലാം കൂടി കൂട്ടിയാൽ മതി. പാദസംഖ്യ എക്സ് എഴുതിയിട്ട് എമ്മും എന്നും പിയും കൂടി കൂട്ടി. അതുപോലെയാണ് ഇവിടെ എക്സ് 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 ഇൻറ്റു വന്നു. അപ്പോൾ നമ്മൾ എന്താ എക്സ് എഴുതി, ഇവിടെ ഈ എക്സ് എടുത്ത് എഴുതി. അതുപോലെ ഇവിടെ എന്താ എഴുതുക? എക്സ് എഴുതിയിട്ട് എന്താ എമ്മും എന്നും പിയും കൂടി കൂട്ടി. അതുപോലെ ഇതിലത്തെ എല്ലാം കൂടി കൂട്ടുക. ഇതാണ് എം, ഇതാണ് എൻ, ഇതാണ് പി, എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ ഇത് എഴുതുക എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കൂട്ടണം ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ കൂട്ടണം സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എക്സ് ഘാതം ഇനി ഇത് നോക്കൂ. എ സ്ക്വയർ കുറയ്ക്കണം എ സ്ക്വയർ 0 ആയി പോയി. ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 0 ആയി പോയി. സി സ്ക്വയർ മൈനസ് സി സ്ക്വയർ 0 ആയി പോയി. അപ്പോൾ കൃതി ഒന്നിച്ച് 0 ആയി. അടുത്ത കൃത്യംഗ നിയമമാണ് എക്സ് ഘാതം 0 സമം 1. അതായത് ഒരു പാദസംഖ്യയുടെ കൃതി 0 ആയാൽ എപ്പോഴും അതിൻ്റെ വില 1 ആയിരിക്കും. ഒരു പാദസംഖ്യയുടെ കൃതി 0 ആയാൽ വില 1 ആയിരിക്കും. ഇവിടെ പാദസംഖ്യ എക്സ് ആണ്, കൃതി 0 ആണ്. ഉത്തരം 1.